കോട്ടാങ്കൽ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച അന്നപ്രസാദ മണ്ഡപം നാടിനെ സമർപ്പിച്ചു. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനാണ് അന്നപ്രസാദ മണ്ഡപം നാടിനെ സമർപ്പിച്ചത്. കോട്ടാങ്കൽ ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച അന്നപ്രസാദ മണ്ഡപമാണ് നാടിന് സമർപ്പിച്ചത്. തന്ത്രി മുഖ്യൻ കുഴിക്കാട്ടിലെത്ത് അഗ്നിശർമ്മൻ നാരായണം വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്തിൽ നടന്ന പൂജകൾക്ക് ശേഷമാണ് അന്നപ്രസാദ മണ്ഡപം സമർപ്പണം നടത്തിയത്. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനാണ് സമർപ്പണം നടത്തിയത്. നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണ്. എല്ലാ വീടുകളിലും ഈ ഐശ്വര്യത്തിൻ്റെ ഭാഗമെത്താൻ, അങ്ങനെ ഓരോ വീടും സമ്പൽ സമർത്ഥമായി സന്തോഷത്തോടും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി കഴിയുന്ന, സമാധാനവും സ്വൈര്യതയും എല്ലായിടത്തും ഉണ്ടാകണം. ഈ അമ്മയുടെ അനുഗ്രഹമാണ് നമുക്ക് ആവശ്യം. ഏതൊരു ഗ്രാമത്തിൻ്റെയും പ്രദേശത്തെ ജനങ്ങളുടെ മുഴുവൻ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം കേന്ദ്രസ്ഥാനമാണ് ക്ഷേത്രങ്ങൾ. അവിടെയാണ് എല്ലാവരും ഒരുമിച്ച് കൂടി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആശയവിനിമയം നടത്തുന്നതും എല്ലാം ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്. അവിടെ ഭാവഭേദ വ്യത്യാസങ്ങളില്ല. അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന. ഭഗവാന്റെ ദേവിയുടെ മുന്നിൽ നമ്മളെല്ലാവരും ഒന്നാണ്. യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല. അവിടെ ജാതി വർഗ വർണ്ണ ഭേദചിന്തകൾക്കൊന്നും സ്ഥാനമില്ല. എല്ലാവരിലും കുടികൊള്ളുന്ന ചൈതന്യം ഒന്നു തന്നെയാണ്. ആ ചൈതന്യം നമുക്ക് പൂർണ്ണമായ അറിവ് ലഭിക്കാൻ, അനുഭവിക്കാൻ, അനുഭൂതി തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ബോധ്യപ്പെടാൻ ഈ ഉപാസനയിലൂടെയും സാധനയിലൂടെയും ഭക്തിയിലൂടെയുമാണ് സാധിക്കുന്നത്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറിയും ക്ഷേത്രം ചെയർമാനുമായ അഡ്വക്കേറ്റ് ഡി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ആന്റണി MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങുന്ന ക്ഷേത്രമാണ് ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രം. എടപ്പള്ളി രാജാവിൻ്റെ കാലത്താണ് ഇതിന് തുടക്കം കുറിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവിതാംകൂർ രാജവംശത്തിന് തന്നെ ഏതാണ്ട് 900 വർഷത്തെ ചരിത്രമുണ്ട്. അതിനും പുറകിൽ എടപ്പള്ളി രാജ കുടുംബത്തിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിന് തുടക്കം കുറിച്ചത് എന്ന് പറയുമ്പോൾ എത്രയോ നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഈ മഹാക്ഷേത്രം ഇവിടെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാ അഭിമാനത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ. അപ്പോൾ നൂറുകണക്കിന് നൂറ്റാണ്ടുകൾ, ആ നൂറ്റാണ്ടുകളിൽ ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് തങ്ങളുടെ സങ്കടങ്ങൾ ഇറക്കി വെച്ച്, തങ്ങളുടെ വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിച്ച്, തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ച്, അമ്മയോട് പ്രാർത്ഥിച്ച് കടന്നുപോയ എത്രയോ ലക്ഷക്കണക്കായ തലമുറകളുടെ ഓർമ്മകളാണ് ഈ ക്ഷേത്ര പരിസരത്ത് അലയടിച്ച് നിൽക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുന്ന ഒന്നാണ്. പടയണിയുടെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കേന്ദ്രമാണ് കോട്ടാങ്കൽ ഭദ്രകാളി ക്ഷേത്രം. ഓരോ പടയണിക്കാലവും ഈ നാട് ഒരുമയോടെ വന്ന് ആ പടയണിക്ക് സാക്ഷ്യം വഹിക്കുകയും ആ പടയണിയിൽ പങ്കാളിയാകുകയും ചെയ്യുന്നു എന്നുള്ളത് നൂറ്റാണ്ടുകളായി ചേർത്ത് പിടിച്ച തനതായ കലാരൂപത്തെ, സംസ്കാരത്തെ ഒട്ടും കൈമോശം വരാതെ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.
പ്രമോദ് നാരായണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV ശ്രീദേവി, വൈസ് പ്രസിഡന്റ് KK ഹരികുമാർ, ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി T സുനിൽ താന്നിക്കപ്പൊയ്കയിൽ, പ്രസിഡന്റ് സുനിൽ വെള്ളിക്കര, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമ സജീവ്, വിജയമ്മ, മഞ്ജുഷ, മായാദേവി, സുജിത് കണ്ണാടി, പടയണി കോർഡിനേറ്റർ അനീഷ് ചുങ്കപ്പാറ, കോട്ടാങ്ങൽ ശ്രീഭദ്ര പടയണി സംഘം സെക്രട്ടറി മനീഷ് പുളിക്കൽ, അരുൺ മോഹൻ, TD മോഹൻ, രാജശേഖരൻ നായർ കാരക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു.